കല്യാണം പ്ലാൻ ചെയ്തപ്പോഴേ അതിന് ശേഷം എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു ഇക്കായോടൊപ്പം നടന്ന് എൻ്റെ നാടിൻ്റെ ഭംഗി എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ ആദ്യം അടവിയിലാണ് പോയത്. ഭയങ്കര രസമായിരുന്നു. ഒരു പ്ലാനിങ് ഇല്ലാതായിരുന്നു ശരിക്കും പറഞ്ഞാൽ അടവിയിൽ പോയിരുന്നത്. പക്ഷേ ഇക്കാക്ക് അവിടെ ചെന്നപ്പോൾ ഇക്കാക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇക്ക വെള്ളത്തിലൊക്കെ ഇറങ്ങി. അതേപോലെ ഞാനധികം ഇറങ്ങില്ല, കാരണം എൻ്റെ ഡ്രസ്സ് നനയുമെന്നുള്ളതുകൊണ്ട്. ശരിക്കും ഈ പാറ അതുപോലെ തന്നെ ഒരുപാട് മരങ്ങൾ എല്ലാം നല്ല ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ്. കിണറ്റിലെ വെള്ളമാണെങ്കിലും തോട്ടിലെ വെള്ളമാണെങ്കിലും ഒക്കെ എപ്പോഴും ഒരു ഐസിട്ട ഫീലാണ്. പിന്നെ അതുപോലെ ഞങ്ങൾ വഞ്ചിയിൽ കയറിയില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്ക പറഞ്ഞു ഇക്കാക്ക് കുറേ ദൂരം പോയാൽ പേടിയാണെന്നുള്ളത്. പിന്നെ ഞങ്ങൾ വഞ്ചി കയറാതെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചിട്ട് ഞങ്ങൾ അടുത്തത് പോയത് കോന്നി ആനക്കൂട്ടിലാണ്. അപ്പം ഈ ഒരു ട്രിപ്പൊന്നും ഒട്ടും ഞങ്ങൾക്ക് ബോറായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നതേ ഇല്ല. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു 5-6 ആനകളുണ്ടായിരുന്നു. ഒരു കൊച്ചു കുട്ടി ആന ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു വീഡിയോസൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നടന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ കണ്ടതിന് ശേഷം ഞങ്ങൾ പോയത് അഞ്ചൽ കഴിഞ്ഞിട്ടുള്ളൊരു ജടായുപ്പാറ എന്നൊരു സ്ഥലമുണ്ട്. എന്ന് പറഞ്ഞാൽ ആ കറക്റ്റ് സ്ഥലം എനിക്കറിയത്തില്ല. അവിടെയാണ് ഞങ്ങൾ പോയത്. അവിടെ ഒരു പക്ഷി ശില്പമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടെ കയറാൻ വേണ്ടി നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ആയത്. ഈ കാണുന്ന ചിത്രം കാണുന്നില്ലേ, അവിടെയാണ് ഞങ്ങൾ പോയത്. വളരെ മനോഹരമായിട്ടാണ് ആ പോകുന്ന കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ടിക്കറ്റൊക്കെ എടുത്തു. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇങ്ങനെ എല്ലാവരെയും വിളിച്ചു തുടങ്ങി. പിന്നെ അതിന് ശേഷം പോകാനുള്ള ആ ഒരു കേബിള് കാർ വന്നു. അതിന് ശേഷം ഞങ്ങൾ അതിൽ കയറിയിട്ട് ഇങ്ങനെ പാറയുടെയൊക്കെ പുറത്തുകൂടി ഇങ്ങനെ പോവുകയാണ്. അതിന് ശേഷം നമ്മൾ ഇതിൽ കയറുമ്പോൾ ഒരു അമ്പലത്തിൽ പോകുന്നൊരു ഫീലാണ് ഈ പാറയുടെ മണ്ടയിൽ പോകുക എന്നുള്ളത്. വളരെ ഭംഗിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് നമ്മുടെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇക്ക ഇങ്ങനെ നോക്കുകയാണ്. അവിടെ എഴുതി ഇങ്ങനെ വെച്ചിരിക്കുന്നതൊക്കെ ഇതെന്താണ്, ഇതെപ്പോൾ പണിഞ്ഞതാണ്, അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ പ്രത്യേകതകൾ എന്താണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇക്ക അവിടെ നിന്ന് വായിച്ചൊക്കെ നോക്കുന്നുണ്ട്. ഭയങ്കര തണുത്ത കാറ്റും അതേപോലെ തന്നെ അവിടുത്തെ ഒരു പാട്ടൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഹാപ്പിനെസ് മൂഡാണ് മനസ്സിൽ വരുന്നത്. പിന്നെ അതിൻ്റെ മണ്ടയിലായിട്ടൊരു അമ്പലമുണ്ട്. പക്ഷെ നമ്മൾ അവിടെ കയറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ വെളിയിൽ നിന്ന് കണ്ട്. പിന്നെ കുരങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശേഷം നമ്മൾ അവിടെ നമുക്ക് കുടിക്കാൻ വേണ്ടി ഫ്രീ ആയിട്ട് വെള്ളം ഉണ്ടായിരുന്നു. അതൊക്കെ കുടിച്ച് പിന്നെ അവിടുത്തെ കുറേയേറെ കാഴ്ചകൾ കണ്ട് കുറേ നേരം അവിടെ ഇരുന്ന് അതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ ഇക്കാക്ക് എനിക്കറിയാവുന്നതും പറഞ്ഞു കൊടുത്ത്. ഇക്ക വായിച്ച് അറിയുന്ന കിട്ടിയത് ഇക്ക എനിക്കും പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. ഇങ്ങനെ ബസ്സിലൊക്കെ തിരുവനന്തപുരത്ത് പോകാൻ വേണ്ടി ഇരിക്കുമ്പോഴത്തേക്ക് ഈ ശില്പം കാണുമ്പം ആഗ്രഹിച്ചിട്ടുണ്ട് ഇതിലെന്താണെന്ന് പോകാൻ പറ്റുക എന്നുള്ളത്. വീട്ടുകാരുടെ കൂടെ ഞങ്ങൾ പോയിട്ടില്ല, വീട്ടിലുള്ളവരും പോയിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക നാട്ടിലുള്ള സമയം ഞങ്ങൾ ശരിക്കും പ്ലാനിങ് ഇല്ലാതാണ് ഓരോ സ്ഥലത്തും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. ശേഷം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചിറങ്ങി. അതിനുശേഷം വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലത്താണ് പോകുന്നത്. പുനലൂർ തൂക്കുപാലം എന്ന് പറയും. ഇപ്പോൾ ഒരുപാട് പേര് സിനിമ ഷൂട്ടിങ്ങൊക്കെ രീതിയിൽ വീഡിയോസ് ചെയ്യുന്ന സ്ഥലമാണ് ഈ പുനലൂർ തൂക്കുപാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കല്ലടയാറിൻ്റെ ഇരു കരയും ബന്ധിപ്പിക്കുന്ന പാലമാണ് ഈ പുനലൂർ തൂക്കുപാലം എന്ന് പറയുന്നത്. 1877 ഈ പാലത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പണി കഴിഞ്ഞ് ഈ പാലം തുറന്നു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ശേഷം ഞങ്ങൾ വീട്ടിൽ വന്നു. ഞാനിങ്ങനെ ഒരു ചെറിയ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ.